മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ലോകത്ത് എമ്പാടും വിവിധ തരത്തിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെടുന്നു. ഇന്ത്യയിലും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെടുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ നരേന്ദ്രമോദി അടക്കമുള്ളവർ മൗനത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷാവസ്ഥയായാലുമൊക്കെ നമ്മളുടെ രാജ്യം ഇല്ലെങ്കിൽ ഇന്ത്യ പ്രതികരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ധൃതി പിടിച്ചിട്ടുള്ള ചില നയതന്ത്ര നീക്കങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ട്. ചില അസാധാരണ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ചൈനയുമായി 2020 മുതൽ നടത്തി വരുന്ന ചർച്ച ഇപ്പോൾ ഒരു ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നു. എസ് ജയശങ്കറുമായി കഴിഞ്ഞ ദിവസമാണ് ചൈനീസ് കൗൺസിലർമാരുമായി ചർച്ച ചെയ്ത് അത് രമ്യമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നിർദ്ദിഷ്ട അന്താരാഷ്ട്ര അതിർത്തി ലഡാക്കിലുള്ളത് അത് മാനിക്കുക ആയിരുന്നു ആ ഒരു ചർച്ചയുടെ. കാരണം ചൈന ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും വാദിക്കുകയും പരസ്പരം ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടുകയും ചെയ്ത പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നു. അവിടെ ഈ ലൈൻ ഓഫ് കൺട്രോൾ ഇരുവിഭാഗവും അംഗീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറി നിൽക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് 2020 മുതൽ തുടങ്ങിയ ചർച്ചയാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അത് പൂർത്തിയായിരിക്കും. ഇതൊരു ധൃതി പിടിച്ചൊരു നീക്കമായിട്ട് തന്നെയാണ് മാധ്യമങ്ങൾ കാണുന്നതും. കാരണം വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ നീക്കം. ഇത് കൂടാതെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തി, പ്രത്യേകിച്ച് മ്യാൻമാറും ബംഗ്ലാദേശുമായിട്ടൊക്കെ നമ്മുടെ രാജ്യം പങ്കിടുന്ന അതിർത്തിയിൽ പഴുതടച്ച സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ BSFിൻ്റെ കമ്പനികളെ ബംഗ്ലാദേശിലും ത്രിപുരയിലുമുണ്ട് ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഏരിയകൾ. അവിടെയൊക്കെ പഴുതടച്ച സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് നാവികസേനയും സുശക്തമാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സമുദ്രത്തിൽ ഒരു വലിയ ആധിപത്യം ഇന്ത്യക്ക് ഉണ്ടുതാനും. ഈ ഒരു സാഹചര്യമാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെമ്പാടും വിവിധ തരത്തിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിൽ ഇന്ത്യ പാക് ബോർഡറിലും വലിയ രീതിയിലുള്ള സംഘർഷം രൂപപ്പെട്ടു വരുന്നു. കഴിഞ്ഞ ദിവസത്തെ വാർത്ത അനുസരിച്ചാണ് CNN ന്യൂസ് 18 ആ വാർത്ത ആക്സസ് ചെയ്തത്. വിവിധ പോയിന്റുകളെക്കുറിച്ച്, അതായത് നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയ ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചിത്രങ്ങൾ സഹിതമാണ് ആ ഒരു മാധ്യമം വാർത്ത പുറത്തുവിട്ടത്. അതായത് പാക് അധിനിവേശ കാശ്മീരിലടക്കം ഇന്ത്യയുടെ കാശ്മീർ, വടക്ക് പടിഞ്ഞാറൻ കാശ്മീർ അതിർത്തിയിൽ 500-ലധികം ഭീകരർ ഏതു സമയവും നുഴഞ്ഞു കയറാൻ തയ്യാറെടുത്തിരിക്കുന്നു. അത് പാകിസ്ഥാനിൽ മാത്രമുള്ളതല്ല, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള വിദേശ ഭീകരരാണ് കടന്നു കയറാൻ കാത്തിരിക്കുന്നത്. ഇവർക്കായി പാകിസ്ഥാൻ ലോഞ്ചിങ് പാഡുകൾ അടക്കം ഒരുക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ പാക് സൈനിക വാഹനത്തിലാണ് ഈ ഭീകരരെ കൊണ്ടിറക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പക്കലുണ്ട്. ഈ വിഷ്വൽസ് ആയിരുന്നു ആ മാധ്യമം വലിയൊരു ബ്രേക്കിംഗ് വാർത്തയായിരുന്നു. ഞങ്ങൾ ആ വാർത്തയെ പിന്തുടർന്ന് ഞങ്ങളും ആ വാർത്ത നൽകുകയുണ്ടായി. ഏതായാലും അങ്ങനെ ടെൻഷൻ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലേക്ക് ജമ്മു കാശ്മീർ മാറുന്നു. കാരണം ഈ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ, അതായത് ഈ ബഡ്ജറ്റിന് തൊട്ടുമുമ്പുള്ള പാർലമെന്റ് സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പ്രതിപക്ഷം ചോദിച്ചത് കാശ്മീരിലെ സംഭവവികാസങ്ങൾ വിശദീകരിക്കണം എന്ന് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി അവസാന ഘട്ടത്തിലാണ് പോരാട്ടം. ഇതോടുകൂടി പൂർണ്ണമായി തന്നെ അവിടെ ഭീകരവാദം ഇല്ലാതാക്കാൻ കഴിയുമെന്ന്. കാരണം 2 മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 50-ലധികം വിദേശ ഭീകരർ ഈ കാർഗിൽ മോഡൽ കാശ്മീരിൻ്റെ വിവിധ ഇടങ്ങളിൽ നുഴഞ്ഞു കയറിയും സൈനികർക്കെതിരെയും മറ്റും ശക്തമായി തന്നെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. ഇപ്പോൾ നിലവിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം കാശ്മീർ ഉരുണ്ടുകൂടിയിരിക്കുന്നു. അതായത് പ്രാദേശികമായിട്ടുള്ള തെരച്ചിലും ഒപ്പം തന്നെ ഭീകരരെ ഇല്ലാതാക്കുന്ന ജോലി CRPFനും ആസാം റൈഫിൾസിനും അങ്ങനെയുള്ള സേനാ വിഭാഗത്തിന് കൈമാറിക്കൊണ്ട് കരസേന പൂർണ്ണമായിട്ട് അതിർത്തിയിലേക്ക് മാറിയിരിക്കുന്നു. ഏത് നിമിഷവും അതിർത്തി കടന്നൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകും എന്ന് വിദേശ മാധ്യമങ്ങളടക്കം പറയുന്ന ഒരു സാഹചര്യമാണ്. കാരണം അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഈ 500-ലധികം വരുന്ന ഭീകരന്മാർ തമ്പടിച്ചിരിക്കുന്നു. ഇത് തന്നെയായിരുന്നു ബാലക്കോട്ടിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോഴുണ്ടായിരുന്ന ഒരു സാഹചര്യം. സമാനമായ ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ ലോകത്ത് നടക്കുന്ന വിവിധ കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് എന്നാണ് വിവിധ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പുതിയ നയം അനുസരിച്ച് തങ്ങളുടെ രാജ്യത്ത്, ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് കടന്നു കയറി തങ്ങളുടെ പൗരന്മാരെ വധിക്കുന്നത് അല്ലെങ്കിൽ നാശനഷ്ടം വരുത്തുന്നവർക്കെതിരെ രാജ്യം കടന്നും പോയി ആക്രമിച്ച് അവരെ ഇല്ലാതാക്കണമെന്നുള്ളതാണ് ഇന്ത്യൻ പോളിസി. ഈ പോളിസി പണ്ട് മുതലേ ഇസ്രായേൽ നടപ്പാക്കി വരുന്നതാണ്. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സോഴ്സുകളൊക്കെ അനുസരിച്ച് ഇസ്രായേലിൻ്റെ ചാര സംഘടനയായ മൊസാദാണ് റോയ്ക്ക് ഉൾപ്പെടെയുള്ള പരിശീലനം നൽകുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ ഇസ്രായേലിൻ്റെ ഒരു പാതയിൽ തന്നെയാണ്. അജ്ഞാതരുടെയൊക്കെ വിളയാട്ടം കാണുമ്പോൾ അങ്ങനെ വേണം നാം കരുതുവാനും. പക്ഷേ ഇപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അതിർത്തിയിൽ നാം
തിരിച്ചടി ഏത് നിമിഷവും പാകിസ്ഥാൻ നൽകാൻ പൂർണ്ണ സജ്ജമായി നിൽക്കുന്നു. ഏത് നിമിഷവും അത് സംഭവിച്ചേക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സംഭവിക്കുന്നതായാലും ഇറാനിൽ സംഭവിക്കുന്നതായാലുമുള്ള കാര്യങ്ങളിൽ വെറുതെ തലയിടണ്ട എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. കാരണം ഇന്ത്യയുടെ ഒരു പോളിസി, ആരാണോ നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുന്നത്, ആരാണോ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ പൗരന്മാരെയും സ്വത്തുക്കളും നശിപ്പിക്കുന്നത്, അവരെ അതിർത്തി കടന്ന് നാം തിരിച്ചടിക്കുമെന്ന് ഈ 2014 മുതൽ നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യമാണ്. അതാണ് പോളിസി. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ബാലാക്കോട്ടിൽ നാം ആക്രമണം നടത്തി. ഏതായാലും നമുക്ക് അധികം വൈകാതെ അങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷവും അത് ഏത് രീതിയിൽ ആകും മുൻപോട്ട് പോവുക എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും ഇന്ത്യയുടെ മൗനം ഒരു വലിയ തിരിച്ചടിക്കുള്ള മുന്നൊരുക്കം തന്നെയാണ്. അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ചൈനയുമായിട്ടുള്ള ഈ നയതന്ത്ര തലത്തിലെ നീക്കം, ഒപ്പം തന്നെ ബംഗ്ലാദേശിലെ ഈ അതിർത്തി പ്രദേശങ്ങളിലെ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നാവിക സേനയുടെ ഒരു വലിയ വിന്യാസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടക്കം നടത്തുന്നത്. ഏതായാലും ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.